എല്ലാവർക്കും നമസ്തേ. ഇന്ന് നമ്മുടെ സമൂഹം കേരളത്തിൽ വളരെയേറെ ഭീഷണികളാണ് നേരിടുന്നത്. നമ്മുടെ സമൂഹം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഭാരതീയ പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഹൈന്ദവ സംസ്കാരത്തിൽ വിശ്വസിക്കുന്നത് ഒക്കെ എന്തോ മഹാ അപരാധം ആണ് എന്നുള്ള രീതിയിലാണ് ചില കോണുകളിൽ നിന്നുള്ള പ്രവചരണങ്ങളും പ്രവർത്തനങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത്, നമ്മളെ മനസ്സിലാക്കി തരുന്നത്. അത് ബോധപൂർവം നമ്മളിൽ നിന്ന് നമ്മുടെ പാരമ്പര്യവും നമ്മുടെ നാടിനോടുള്ള സ്നേഹവും നമ്മുടെ വിശ്വാസങ്ങളും തല്ലിക്കെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു വിഭാഗത്തിൻ്റെ പ്രവർത്തനമാണ്. പ്രത്യേകിച്ച് ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു സംസ്കാരശൂന്യമായ ഒരു പാരമ്പര്യം അതാണ് ലക്ഷ്യമിടുന്നത്. നമ്മൾക്ക് അറിയാം, കമ്മ്യൂണിസത്തിൽ അച്ഛനമ്മമാർക്കോ മറ്റ് ദൈവങ്ങൾക്കോ ഗുരുക്കന്മാർക്കോ ഒന്നും അവിടെ സ്ഥാനമില്ല. അവർക്ക് ഇവരെല്ലാം ഗുരുക്കന്മാരും ദൈവങ്ങളെ അവർ അംഗീകരിക്കുന്നില്ല. ബാക്കിയുള്ളവരെല്ലാം സഖാവേ സഖാവേ എന്ന് വിളിച്ച് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു പോക്കാണ്. അവർക്കെല്ലാം സഹോദരങ്ങളാണേലും സഹോദരന്മാരാണേലും അച്ഛനമ്മമാരാണേലും എല്ലാം അവർക്ക് സഹാക്കന്മാരാണ്. അവരെയൊക്കെ എല്ലാവരും ഒരുപോലെയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാരമ്പര്യത്തിൽ അങ്ങനെയുള്ള ഒരു സംസ്കാരം വളർത്തിയെടുത്തുകൊണ്ട് വരാനാണ് അവർ ശ്രമിക്കുന്നത്. ഇങ്ങനെയുള്ള ആ ഒരു ശക്തമായ ഒരു നീക്കം നമ്മുടെ ഈ കേരളത്തിൽ നടക്കുമ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അവരുടെ ഇത്തരം ഈ പ്രവർത്തനങ്ങൾ ഹിന്ദു സമൂഹത്തിനിടയ്ക്ക് മാത്രമാണ് അവർ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. മറ്റുള്ള മതവിഭാഗങ്ങളിൽ ഇത്തരം അവരുടെ ഇതേപോലുള്ള നിലപാടുകൾ അടിച്ചേൽപ്പിക്കാൻ അവർ ശ്രമിക്കുന്നില്ല. ഇസ്ലാം മതത്തിൽപ്പെട്ടവർക്ക് അവരുടെ മതം അവരെങ്ങനെയാണോ പണ്ടുകാലം തൊട്ടേ ആചരിച്ചു വന്നിരുന്നത് അതേപോലെ ആചരിക്കാൻ ഇവർ പൂർണ്ണമായിട്ടും വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് ചില വിഭാഗങ്ങൾ പ്രാകൃതം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പറയത്തില്ല. കാരണം അവരവരുടെ മതം ആചരിക്കുന്നത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതെ അവർ വ്യക്തിപരമായിട്ട് അവരുടെ വ്യക്തിപരമായ കാര്യമായി അവർ കരുതി അവരുടെ മതം ആചരിക്കുന്നതിൽ നമ്മളാരും എതിർക്കേണ്ട ആവശ്യമില്ല. കാരണം മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാതെ അവരവരുടെ മതം ആചരിക്കുന്നു. അതിലെന്താണ് തെറ്റ്? അത് മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മാത്രമേ അത് തെറ്റാകുന്നുള്ളൂ. സ്വകാര്യമായി അവരവരുടെ മതം ആചരിക്കുന്നു, അത് നമുക്ക് വിരോധമില്ല. ഇത് മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ പോലും ഈ കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറയുന്നവർക്ക് അതിൽ വിരോധമില്ല. അവരതിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നത്. ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ ആചാരങ്ങൾ അവർ പിന്തുടരുന്നതിലും ഈ ഒരു വിഭാഗത്തിന് കമ്മ്യൂണിസ്റ്റുകൾക്ക് വിരോധമില്ല. പക്ഷേ ഹിന്ദു എന്ന് പറയുന്ന ആ ഒരു സമൂഹം അവരുടെ ആചാരങ്ങൾ പിന്തുടരുന്നതിൽ ഇവർക്ക് ഭയങ്കരമായ അസഹിഷ്ണുതയാണ്. ഭയങ്കരം എന്നേ ഞാൻ ആ വാക്ക് ഞാൻ മനഃപൂർവ്വം ഉപയോഗിച്ചതാണ്. ഭയങ്കരം എന്ന വാക്കിനർത്ഥം തന്നെ ഭയം ജനിപ്പിക്കുന്നതെന്നാണ് അർത്ഥം. ഇവരുടെ ഈ നിലപാടുകൾ ഭയം ജനിപ്പിക്കുന്നതാണ്. കാരണം ഹിന്ദു സമൂഹം ഭയപ്പെടേണ്ട രീതിയിൽ തന്നെയാണ് ഇവർ ഈ രീതിയിലുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇത് അവർ ചെയ്യുന്നത് അവരുടെ ആ ഒരു സംസ്കാരം, കമ്മ്യൂണിസ്റ്റ് സംസ്കാരം നമ്മുടെ നാട്ടിൽ അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മളുടെ തലച്ചോറുകളിൽ കുത്തിവെക്കുന്നതിന് വേണ്ടി, അത് നമ്മളിൽ കൂടി പറ്റുകയില്ല. അതിന് ഇവർ ഉപയോഗിക്കുന്നത് നമ്മളുടെ കുട്ടികളെയാണ്. അവരുടെ ആ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ തലച്ചോറിൽ ഇവരുടെ ഇത്തരം ഈ മോശമായിട്ടുള്ള ആ സംസ്കാരം കുത്തി നിറച്ചു കഴിഞ്ഞാൽ അവരതനുസരിച്ച് വളർന്നു വരും. ചെറുപ്പകാലത്ത് നമ്മൾ പറയുന്നുണ്ട്, ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്നുണ്ട്. എന്ന് പറയുന്നത് പോലെ ഇവർ നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറുപ്പം മുതൽ തന്നെ ഈ ഒരു മോശം സംസ്കാരത്തിൽ കൂടി വളർത്തിക്കൊണ്ട് വരാൻ ശ്രമിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ നമ്മളുടെ
കുട്ടികളിൽ ഗുരുക്കന്മാരെ ഗുരുക്കന്മാരെ പൂജിക്കുന്നത് അല്ലെങ്കിൽ ആദരിക്കുന്നത്, അല്ലെങ്കിൽ മാതാപിതാക്കളെ പൂജിക്കുന്നത്, ആദരിക്കുന്നത്, ഇതിനെ എല്ലാം എതിർത്ത് തോൽപ്പിക്കാനും ചെറുത്ത് തോൽപ്പിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അടുത്ത കാലങ്ങളിൽ കാണുന്നുണ്ട്, സ്കൂളുകളിൽ ഇത്തരം പൂജകൾ നടത്തുന്നതിനെതിരെ ഇവരുടെ പ്രസ്താവനകളും ഇവരുടെ നേതാക്കന്മാരുടെ പ്രതികരണങ്ങളും ഒക്കെ കാണുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് ഇവരെ അടർത്തി മാറ്റിക്കൊണ്ട് നമ്മൾ എല്ലാം കാണുന്നുണ്ട്. ഇവരുടെ ഒരു പ്രതീകമാണ് ഈ ചെഗുവേര എന്ന് പറയുന്ന ഒരു വൈദേശികനായ ഒരു മനുഷ്യൻ. എപ്പോഴും ചുണ്ടിൽ ചുരുട്ടും വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ് ചെഗുവേരയുടെ അവർ കൊണ്ടു നടക്കുന്ന ചിത്രം. അത് അവരുടെ വസ്ത്രങ്ങളിൽ ആലേഖനം ചെയ്യും, അവരുടെ വാഹനങ്ങളിൽ അത്തരം സ്റ്റിക്കർ ഒട്ടിക്കും, എല്ലാം ചെയ്ത് അവരുടെ കൊടികളിൽ ആ ഒരു ചിത്രമാണ് അവർ പ്രദർശിപ്പിക്കുന്നത്. ഇത് നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന ആ ഒരു അനുരണനം എന്താണെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. അത്തരം പ്രസ്ഥാനങ്ങളിൽ പോകുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ ചെറുപ്പത്തിലേ ചിന്തിക്കും, ഈ പുക വലിക്കുന്നത്, അല്ലെ ചുരുട്ട് വലിക്കുന്നത്, കഞ്ചാവ് വലിക്കുന്നത് ഇതൊന്നും തെറ്റായിട്ടുള്ള കാര്യമല്ല. ഇങ്ങനെ ഞങ്ങളുടെ ഒരു നേതാവ് ഞങ്ങളുടെ പ്രസ്ഥാനം, നമ്മുടെ കുഞ്ഞുങ്ങൾ ആ പ്രസ്ഥാനത്തിൽ പോയാൽ ചിന്തിക്കുന്നതാണെന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ആ പ്രസ്ഥാനത്തിന് പ്രവർത്തിക്കാത്തവരത് ചിന്തിക്കത്തില്ല. നമ്മുടെ കുട്ടികൾ ആ പ്രസ്ഥാനത്തിൽ പോയാൽ അവർ ചിന്തിക്കുന്നത് ഞങ്ങളുടെ കൊടിതോരണങ്ങളിലും ഞങ്ങളുടെ വസ്ത്രങ്ങളിലും എല്ലാം ആലേഖനം ചെയ്തിരിക്കുന്ന ഒരു ചിത്രമാണ് ഈ ചുരുട്ടും വലിച്ച്, അല്ലെ പുക വലിച്ച്, അല്ലെ കഞ്ചാവ് വലിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ബിംബം. അവർക്ക് അത് ദൈവമായിട്ടാണ് അവർ അതിനെ കരുതുന്നത്. പൂജാ പാഠങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതേ ഉള്ളൂ, അല്ലെങ്കിൽ ക്ഷേത്രം പണി അവിടെ പൂജിക്കുന്നില്ല എന്നുള്ളൂ. പലയിടത്തും ഇതിൻ്റെയൊക്കെ പ്രതിമ വെച്ച് അവർ പുഷ്പാർച്ചന നടത്താറുണ്ട്. പുഷ്പാർച്ചന നടത്തുക എന്നുള്ളത് തന്നെ നമ്മുടെ ഹൈന്ദവ പാരമ്പര്യം അനുസരിച്ച് അതൊരു പൂജയ്ക്ക് സമമാണ്. നമ്മൾ പുഷ്പം അർച്ചിച്ചാണ് നമ്മൾ പൂജ ചെയ്യുന്നത്. നമ്മുടെ കുട്ടികളിലെ ഇത്തരം ഒരു ധാരണ വരുത്തി തീർക്കാൻ വേണ്ടിയാണ് അവർ പുഷ്പം അർപ്പിക്കുന്നത്. അങ്ങനെ നമ്മുടെ കുട്ടികളെ അതിനകത്ത് കൊണ്ടുവന്ന് അതിൻ്റെ ഭാഗമാക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾ വിചാരിക്കും, ഒരു ചുരുട്ടും വലിച്ച്, അല്ലെ കഞ്ചാവും വലിച്ച് പുകയും ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുന്നത് വലിയതാണ്ട് മഹത്തായ കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങളും ഇത് ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് നമ്മുടെ കുട്ടികൾ ചിന്തിച്ചാൽ അവരെ നമുക്ക് കുറ്റം പറയാനൊക്കത്തില്ല. കാരണം അവരെ ചെറുപ്പത്തിൽ മുതൽ ഇത്തരം ചിത്രങ്ങൾ കാണിച്ചുകൊണ്ടാണ് വളർത്തിക്കൊണ്ടുവരുന്നത്. ഈ രീതിയിൽ ഹൈന്ദവ സംസ്കാരം നമ്മളുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നിന്ന് നമ്മുടെ മഹത്തായ ലോകം മൊത്തവും വളരെയേറെ ബഹുമാനത്തോട് കൂടി കാണുന്ന ഹൈന്ദവ സംസ്കാരം, അല്ലെങ്കിൽ ഭാരതീയ സംസ്കാരം നമ്മളുടെ കുട്ടികളിൽ നിന്ന് അകറ്റി നിർത്തുന്നതിനായി നമ്മൾ ആചരിക്കുന്ന നമ്മുടെ പരമ്പരാഗതമായി അല്ലെങ്കിൽ തലമുറകളായി അനാദികാലം മുതൽ തന്നെ നമ്മൾ പാലിച്ചു വരുന്ന, നമ്മൾ ആചരിച്ചു വരുന്നതിനെയൊക്കെ ഇവർ ഇല്ലായ്മ ചെയ്യാൻ, ഇല്ലാതാക്കാനുള്ള നീക്കങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ നമ്മൾ ശരിക്ക് മനസ്സിലാക്കി ഇത്തരം പ്രവണതകളെ നമ്മൾ മുളയിലെ നുള്ളിക്കളയാൻ നമ്മളുടെ കുട്ടികളെ നമ്മൾ നിരീക്ഷിക്കുക. സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ കുട്ടികൾ തിരിച്ച് നമ്മുടെ വീട്ടിലെത്തിക്കഴിയുമ്പോൾ അവരുടെ സ്വഭാവ രീതികളിലോ പ്രവർത്തന രീതികളിലോ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഇവരുടെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും നമ്മുടെ പാരമ്പര്യത്തിൽ നിന്ന് മാറി ഈ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത്തരം മാർക്സിസ്റ്റ് പാരമ്പര്യത്തിലേക്ക് മാറുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോ ദിവസവും സസൂക്ഷ്മം നിരീക്ഷിക്കുക. അങ്ങനെ നിരീക്ഷിച്ച് എന്തെങ്കിലും ഒരു മാറ്റം ചെറിയ തോതിൽ അല്ലെ ചെറിയ രീതിയിൽ വ്യതിചലനം ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ മുളയിലെ നുള്ളിക്കളയണം. അത്തരം ചിന്താധാരകളിൽ
നമ്മുടെ കുട്ടികൾ വഴി തെറ്റിപ്പോകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഈ മയക്കുമരുന്ന് പോലെ തന്നെ വളരെയധികം അപകടകരമാണ് ഈ ഒരു പ്രത്യയശാസ്ത്രം നമ്മുടെ കുട്ടികളിൽ എത്തിപ്പെട്ടാൽ, അവരുടെ തലച്ചോറിൽ എത്തിപ്പെട്ടാൽ. ഈ പ്രത്യയശാസ്ത്രത്തിൽ ജീവിക്കുന്നവർ അവരുടെ മക്കളെ ആ രീതിയിൽ വളർത്തിക്കോട്ടെ, നമുക്കതിന് വിരോധമില്ല. ഇതൊരു മതം പോലെ തന്നെയാണ് ഇവരുടെ ഈ പ്രത്യയശാസ്ത്രം. മറ്റു മതങ്ങൾ പോകുന്നത് പോലെ പ്രവർത്തിക്കുന്ന രീതിയിൽ ഇവരുടെ ഈ മാർക്സിസ്റ്റ് മതവും പ്രവർത്തിച്ചോട്ടെ, നമുക്ക് വിരോധമില്ല. പക്ഷേ നമ്മൾ ഈ പാരമ്പര്യത്തിൽ ജീവിക്കുന്ന ഭാരതീയ പാരമ്പര്യത്തിലും ഭാരതീയ സംസ്കൃതിയിലും ഹൈന്ദവ പാരമ്പര്യത്തിലും സനാതന ധർമ്മത്തിലും വിശ്വസിച്ച് ജീവിക്കുന്ന നമ്മളുടെ കുട്ടികൾ ഈ ഒരു കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ മാർക്സിയൻ പാരമ്പര്യത്തിലോട്ട് അല്ലെങ്കിൽ ആ ഒരു മതത്തിലോട്ട് മാറിപ്പോകാതെ നമ്മൾ ശ്രദ്ധയോടുകൂടി എല്ലാ ദിവസവും നമ്മുടെ കുട്ടികൾ അവരുടെ വിദ്യാലയങ്ങളിൽ നിന്ന് വരുമ്പോൾ അവരുടെ പെരുമാറ്റ രീതികളിൽ നിന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കി ആ രീതിയിലോട്ടെങ്ങാനും മാറുന്നുണ്ട് എന്നുള്ളത് നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിച്ച് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു സംശയമുണ്ടായാൽ അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മുടെ കുട്ടികളെ ഒഴിവാക്കി നിർത്തുക അല്ലെങ്കിൽ രക്ഷിച്ചെടുക്കുക എന്നുള്ള കടമ നമ്മൾ ഓരോ രക്ഷകർത്താക്കൾക്കും ഉണ്ട് എന്നുള്ളത് നമ്മൾ അത് മനസ്സിലാക്കി പ്രവർത്തിക്കുക. പിന്നീട് ഇവരൊക്കെ നമ്മുടെ കുടുംബത്തിനും അല്ലെ മാതാപിതാക്കൾക്കും നമ്മുടെ പാരമ്പര്യത്തിനും എതിരായി വന്നു കഴിഞ്ഞ് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഒരു ഫലവും ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യവും നമ്മൾ എപ്പോഴും മനസ്സിൽ കാത്തു സൂക്ഷിക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്.